ജപ്പാന്റെ പ്രശസ്തമായ ഷിൻകാൻസൻ ട്രെയിനുകളുടെ 2 സെറ്റുകൾ സൗജന്യമായി നൽകിക്കൊണ്ട് ഇന്ത്യയുടെ അതിവേഗ റെയിൽ സ്വപ്നങ്ങൾക്ക് കൈത്താങ്ങ് നൽകാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പരീക്ഷണത്തിനും പരിശോധനയ്ക്കും ഉപയോഗിക്കുന്നതിനായി ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനിയാണ് E5, E3 സീരീസുകളിൽ നിന്നുള്ള ഓരോ ട്രെയിൻ സെറ്റുകൾ വീതം ഇന്ത്യൻ റെയിൽവേക്ക് സംഭാവന നൽകുക. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാനാണ് ഈ ഓഫർ ലക്ഷ്യമിടുന്നതെന്ന് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജപ്പാനിലെ ആധുനിക അതിവേഗ യാത്രയുടെ പര്യായമാണ് E5, E3 സീരീസ് ഷിൻകാൻസൻ. E5 സീരീസ് അവയുടെ മിനുസമാർന്ന രൂപകൽപ്പനയ്ക്കും അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്കും പേരുകേട്ടതാണ്. അതേസമയം E3 സീരീസ് കാര്യക്ഷമതയും യാത്രക്കാരുടെ സുഖസൗകര്യങ്ങളും സംയോജിപ്പിക്കുന്നു. ജാപ്പനീസ് എഞ്ചിനീയറിംഗിന്റെ ഐക്കണായി മാറിയിരിക്കുകയാണ് ഈ ട്രെയിനുകൾ. ഏകദേശം 500 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ലിങ്ക് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ്. ഷിങ്കൻസൻ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ കടുത്ത കാലാവസ്ഥയിലും പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിലും റെയിൽവേ അധികൃതർക്ക് ട്രാക്കിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ കഴിയും. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള ധനസഹായം പ്രധാനമായും ജാപ്പനീസ് സർക്കാരിൽ നിന്നുള്ള കുറഞ്ഞ പലിശ നിരക്കിലുള്ള യെൻ വായ്പകളിലൂടെയാണ് ലഭിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കുന്ന ചെലവിന്റെ ഏകദേശം 80% വഹിക്കുമെന്നാണ് വിവരം. തുടക്കത്തിൽ ഏകദേശം 1.8 ട്രില്യനായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ഉച്ചകോടിക്കായി ജപ്പാൻ E10 സീരീസ് ട്രെയിനുകളുടെ സംഭരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു പുതിയ വായ്പാ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ ഇരു സർക്കാരുകളും നടത്തിവരികയാണ്. കാര്യമായ കാലതാമസമില്ലാതെ പദ്ധതിയുടെ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സാമ്പത്തിക തന്ത്രം പ്രധാനമാണെന്ന് ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു.